ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിഷേധിച്ചതോടെ പാകിസ്ഥാന്റെ വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായി റിപ്പോർട്ട്. 2 മാസത്തിനുള്ളിൽ 126 കോടി രൂപയുടെ $14.39 മില്യൺ നഷ്ടം പാകിസ്ഥാൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭവിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീ ജലക്കരാർ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി നിഷേധിച്ചത്. പാകിസ്ഥാന്റെ നടപടി പ്രതിദിനം 100 മുതൽ 150 വരെ ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസിനെയാണ് ബാധിക്കുന്നത്. നഷ്ടം സംഭവിച്ച കാര്യം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെയാണ് ദേശീയ അസംബ്ലിയിൽ അറിയിച്ചത്. മൊത്തം വ്യോമഗതാഗതത്തിൽ 20% ഇടിവുണ്ടായതോടെ ഓവർഫ്ലൈയിംഗ് ഫീസിൽ നിന്നുള്ള വരുമാനവും പാകിസ്ഥാന് കുറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക തിരിച്ചടികൾക്കിടയിലും ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചിടുന്നത് 1 മാസത്തേക്ക് കൂടി പാകിസ്ഥാൻ നീട്ടി. ഓഗസ്റ്റ് 24 വരെയാണ് വിലക്ക് നീട്ടിയത്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഓഗസ്റ്റ് 23 വരെ ഇന്ത്യയും നീട്ടിയിട്ടുണ്ട്. പാലക്കാട് ചിറ്റൂരിന് സമീപം വിളയോടി ഷൺമുഖം കോസ്വേയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച രാമനാഥപുരം സ്വദേശി ശ്രീ ഗൗതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. കോയമ്പത്തൂർ കൽപ്പകം കോളേജിലെ വിദ്യാർത്ഥിയാണ് ശ്രീ ഗൗതം. 6 പേരടങ്ങുന്ന സംഘമാണ് വിളയോടിയിലെ കോസ്വേയിലെത്തിയത്. ഈടത്വം മുസ്ലിം ലീഗ് അവരുടെ രാജ്യം സൃഷ്ടിക്കാനും അതുവഴി എല്ലാവരിലേക്കും ശരീഅത്ത് നിയമം കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എടത്വയിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. കോൺഗ്രസ് എന്നും മുസ്ലിം ലീഗിന്റെ പുറകെയാണ് നടക്കുന്നത്. മുസ്ലിം ലീഗെന്ന ഊന്നുവടിയില്ലാതെ കോൺഗ്രസിന് മുന്നോട്ടു പോകാനാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്ത് മുസ്ലിം ആധിപത്യമുള്ള സ്ഥലത്ത് നോമ്പുകാലത്ത് ഒരു പെട്ടിക്കട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. എന്നും വോട്ട് ബാങ്ക് കാട്ടി ഭരിക്കുന്ന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുന്ന നടപടിയാണ് മുസ്ലിം വിഭാഗം സ്വീകരിക്കുന്നത്. കാലാകാലമായി കുട്ടനാട്ടുകാരുടെ വോട്ട് വാങ്ങിക്കുന്നവർക്ക് കുട്ടനാട്ടുകാരെ ആവശ്യമില്ല, സംഘടിതമായി ഒത്തുചേർന്നാൽ മാത്രമേ സമുദായത്തിന് അർഹമായത് വാങ്ങിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തിരുവനന്തപുരം അമ്പൂരിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടിയ പുലി ചത്തു. ഇന്നലെ നെയ്യാറിലെ പരിചരണ കേന്ദ്രത്തിലേക്കാണ് പുലിയെ മാറ്റിയത്. പുലിയെ നിരീക്ഷിക്കാനായി 2 വാച്ചർമാരെയും നിയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ പുലിയെ കൂട്ടിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. റബ്ബർ ടാപ്പിങ്ങിന് പോയ പ്രദേശവാസിയാണ് കാട്ടുവള്ളിയിൽ കുരുങ്ങിയ നിലയിൽ ഇന്നലെ പുലിയെ കണ്ടത്. തുടർന്ന് വനപാലകരും RRT സംഘവും പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാത്ത പാർട്ടികളുടെ രജിസ്ട്രേഷൻ കൂട്ടത്തോടെ റദ്ദാക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദേശീയ തലത്തിൽ അംഗീകാരമില്ലാത്ത 334 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് നടപടി. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 6 പാർട്ടികളും ഉൾപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ മാത്രം 115 പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും സമാനമായ നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, സെക്യുലർ, നേതാജി ആദർശ് പാർട്ടി, റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, RSPB, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി തുടങ്ങിയവയുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ 4 പാർട്ടികളുടെ ഓഫീസ് തിരുവനന്തപുരത്തും 2 പാർട്ടികളുടേത് തൊടുപുഴയിലുമാണ്. രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ ഈ പാർട്ടികളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ലെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ US-ന് തന്നെ തിരിച്ചടിയാകുമെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. ട്രംപിന്റെ നടപടി ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും US-നെതിരെ ഈ 3 രാജ്യങ്ങളും ഒന്നിക്കുമെന്നും ജോൺ ബോൾട്ടൺ പറഞ്ഞു. തീരുവ വർധന US-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം ഫലമാണ് നൽകുന്നത്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയെ അകറ്റാൻ US പതിറ്റാണ്ടുകളായി ശ്രമിക്കുകയായിരുന്നു. ഈ നീക്കത്തെയും തീരുവ നടപടി ദുർബലപ്പെടുത്തും. ഈ നീക്കം US-ന് വൻ തിരിച്ചടിയാകും. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയത് US-ന്റെ ഒരു പ്രധാന ലക്ഷ്യത്തെ തന്നെ ദുർബലപ്പെടുത്തി. CNN-നോട് സംസാരിക്കവേ ബോൾട്ടൺ പറഞ്ഞു. ട്രംപിന് ചൈനയോട് മൃദുസമീപനമാണെന്നും ബോൾട്ടൺ ആരോപിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കരാർ ഒപ്പിടാനുള്ള ധൃതിയിൽ ട്രംപ് US-ന്റെ തന്ത്രാത്മക താൽപര്യങ്ങളെ ബലികഴിക്കുന്നു. ഈ നീക്കത്തിലൂടെ പുടിൻ തന്റെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയ്ക്കുമേൽ US അടിച്ചമർത്തിയ തീരുവയെ ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാനും അവസരം നൽകും, ബോൾട്ടൺ പറഞ്ഞു. ജ്യോതിഷിമാരുടെ വീട്ടിൽ പോകുന്നതൊക്കെ സാധാരണമല്ലേ എന്ന് CPM നേതാവ് AK ബാലൻ ചോദിച്ചു.
CPMലെ ജ്യോതിഷ വിവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ മണ്ഡലത്തിൽ എത്രയോ ജ്യോതിഷിമാരുണ്ടെന്നും താൻ അവരുടെ വീട്ടിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. ജ്യോതിഷിമാരുടെ വീട്ടിൽ കയറാൻ പാടില്ലെന്നാണോ പറയുന്നത് എന്ന് AK ബാലൻ ചോദിച്ചു. അത്തരം കാര്യമായി സംസാരിക്കും, നല്ല ബന്ധമുണ്ടാക്കും, ആശയവിനിമയം നടത്തും. അതിനർത്ഥം അവരുമായി യോജിക്കുന്നു എന്നല്ല എന്നും AK ബാലൻ പറഞ്ഞു. CPMലെ ജ്യോതിഷ വിവാദം നിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന സമിതിയിൽ അത്തരമൊരു വിമർശനമുയർന്നിട്ടില്ല. മാധ്യമങ്ങൾ ഓരോ കാര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ അതിനോടെല്ലാം പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. CPM നേതാക്കൾ എന്തിനാണ് അടിക്കടി ജ്യോതിഷിമാരെ കാണാൻ പോകുന്നതെന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചോദ്യമുയർന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ രാജ്യസഭാ MP C സദാനന്ദിന്റെ കാലുകൾ വെട്ടിയ സംഭവത്തിൽ CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് അവർ അന്തിമമായി കുറ്റക്കാരാണെന്ന് കരുതരുതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. തെറ്റ് ആർക്കും സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയും നിലവിലുള്ള നിയമവ്യവസ്ഥയും വെച്ചുകൊണ്ടുള്ള സ്ഥാനം കോടതിക്കുണ്ടെന്നും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും 100% ശരിയാകണമെന്നില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. CPM ആരെയെങ്കിലും ആക്രമിക്കുന്ന പാർട്ടിയോ കാലും കൈയും വെട്ടുന്ന പാർട്ടിയോ അല്ല. ജീവൻ കൊടുത്തും ജനങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് പാർട്ടി. തങ്ങളെ വെട്ടാനും കൊല്ലാനും വന്നവരോട് പോലും സ്നേഹവാത്സല്യത്തോടെ പെരുമാറിയ പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത്. കോടതി കുറ്റക്കാരാണെന്ന് വിധിച്ച നിരവധി പേരെ വിട്ടയച്ച സംഭവം ഉണ്ടായിട്ടില്ലേ എന്ന് EP ജയരാജൻ ചോദിച്ചു. കൊടിസുണിയുടെ പരസ്യമദ്യപാനത്തിൽ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കേസെടുത്തില്ലേ, ആദ്യം അത് അംഗീകരിക്കൂ എന്നായിരുന്നു EPയുടെ മറുപടി. ഏത് വിഷയം വന്നാലും അതേപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. ദിവസം മണിക്കൂർ താമസിച്ചുപോയെന്ന് പറയുന്നതിൽ ഔചിത്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് EP ജയരാജൻ പറഞ്ഞു.